കരിവന്നൂർ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഏതാണ്ട് 1.5 വർഷമായിട്ട് കരിവന്നൂരിനെക്കുറിച്ച് കാര്യമായിട്ട് മാധ്യമങ്ങളിലൊന്നും കേട്ടിരുന്നില്ല. അതിൻ്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് ഒരു ഫ്രോസൺ അവസ്ഥയിൽ നിൽക്കുകയാണ് എന്ന് ആളുകൾ ആശങ്കിച്ചിരുന്നു. പ്രത്യേകിച്ചും ED അതിൻ്റെ രണ്ടാം കുറ്റപത്രം നൽകിയതിന് ശേഷം കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നുമില്ലാതെ കരിവന്നൂരിലെ ബാങ്ക് തട്ടിപ്പ് കേസ് അങ്ങനെ ഒരു ഫ്രോസൺ ആയിട്ടുള്ള അവസ്ഥയിൽ, ഒരു ഹിഡൻ ആയിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്താണ് പറ്റിയത് എന്നതിനെക്കുറിച്ച് ആളുകൾക്കിടയിൽ ആശങ്കയുണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളം ഭരിക്കുന്ന ആളുകളും കേന്ദ്രം ഭരിക്കുന്ന ആളുകളും തമ്മിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഉണ്ടാക്കിയ ഏതൊക്കെയോ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് കരിവന്നൂർ കേസ് ലോക്കറിൽ പെട്ടുപോയതാണോ എന്ന് പോലും ജനങ്ങൾ സംശയിച്ചിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 3 അംഗങ്ങളെ കിട്ടി. ഇനിയും കൂടുതൽ ആളുകളെ കിട്ടാനുള്ള സാധ്യത അവർ കാണുന്നു. കേരളത്തിലാകട്ടെ ഇന്നലെ വരെ ഭരിച്ചിരുന്ന CPM എന്ന് പറയുന്ന പാർട്ടി തകർന്ന് തരിപ്പണമായി എന്ന അവസ്ഥയിലെത്തി. തീർച്ചയായും ഈ തകർന്നു കിടക്കുന്ന CPMൽ നിന്ന് ഒരുപാട് പേരെ ആകർഷിച്ചെടുക്കാൻ, കൊണ്ടുവരാൻ, തങ്ങളുടെ ഭാഗത്തേക്ക് മാറ്റാൻ പോലും കരിവന്നൂർ പോലെയുള്ള ഒരു കേസ് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചാൽ സാധിക്കും എന്ന തോന്നൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനും അതിനെ ഭരിക്കുന്ന കക്ഷികൾക്കും ഉണ്ടാകും. ഏതായാലും ശരി, ഇപ്പോൾ കേസ് വീണ്ടും പൊതുസമൂഹത്തിനകത്ത് പൊന്തി വന്നിരിക്കുകയാണ്. പക്ഷേ വളരെ ഗൗരവമുള്ള ചില പ്രശ്നങ്ങളാണ് ഈ കേസുമായിട്ട് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത്. അതിലൊന്ന്, കഴിഞ്ഞ തവണ അഡീഷണൽ കുറ്റപത്രം ED സമർപ്പിച്ചത്, ആ കുറ്റപത്രത്തിൽ ചില ആളുകളുടെ പേര് പറഞ്ഞു. 28 പേര് അടങ്ങുന്ന ഒരു കുറ്റപത്രമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരുന്നത്. അതിൽ ഈ കരിവന്നൂർ ബാങ്കിൻ്റെ തലപ്പത്തുള്ള ആളുകളെ സ്വാധീനിക്കുന്നതിൽ, ആ ബാങ്കിനെ നിയന്ത്രിക്കുന്നതിൽ, ആ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലെ ആളുകളെ നിയന്ത്രിക്കുന്നതിൽ CPMൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഡയറക്റ്റായിട്ടുള്ള നിയന്ത്രണം ഉണ്ടായിരുന്നു, അവരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ള വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ് കുറ്റപത്രത്തിലുള്ളത്. ഈ സമയത്ത് ഈ ബാങ്കിനകത്ത് വ്യാപകമായിട്ടുള്ള ഈ അട്ടിമറി നടക്കുന്ന സമയത്ത്, ബാങ്കിനകത്ത് വലിയ തോതിൽ പണം ചെയ്യുന്ന സമയത്ത്, നിക്ഷേപകരുടെ പണം വ്യാജമായ അക്കൗണ്ടുകളിലേക്ക് ഒഴുകുന്ന സമയത്ത്, ഒരു തരത്തിലുള്ള അർഹതയുമില്ലാത്ത ആളുകൾക്ക് ഈ വലിയ തോതിൽ പണം കൊടുക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ തലപ്പത്ത് സെക്രട്ടറിമാരായിട്ടുണ്ടായിരുന്നു AC മൊയ്തീൻ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ MP ആയ K രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, വർഗീസ് എന്ന് പറയുന്ന MM വർഗീസ് എന്ന് പറയുന്ന CPMൻ്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കാലത്താണ് ഈ സംഗതികൾ നടന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറിക്ക് അവരുടെ നാട്ടിലുള്ള ഒരു ബാങ്കിൽ നടക്കുന്ന അട്ടിമറിയിൽ ഒരു ഇടപാടും ഉണ്ടാവേണ്ട കാര്യമില്ല. നാട്ടിൽ എത്രയോ രാഷ്ട്രീയ കക്ഷികളുണ്ട്, നാട്ടിൽ എത്രയോ സാമ്പത്തികമായിട്ടുള്ള അഴിമതികൾ നടക്കുന്നത്, തട്ടിപ്പുകൾ നടക്കുന്നത്. അതിനെല്ലാം ബന്ധപ്പെട്ട നാട്ടിലെ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കൾ എങ്ങനെ ഉത്തരവാദിയാവും എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ കരിവന്നൂരിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ CPMന് അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല. അന്ന് തന്നെ എല്ലാവരും ചൂണ്ടിക്കാട്ടിയതാണ്. കാരണം ഈ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നത്, ബാങ്ക് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, അവരെ നിയന്ത്രിച്ചിരുന്നത്, അവർക്ക് ഡയറക്റ്റായിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്ന പ്രതാപികളായിട്ടുള്ള ആളുകളാണ് എന്ന് അന്ന് തന്നെ ആരോപണമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നിയന്ത്രണം നേരിട്ട് കൈവശം വയ്ക്കുകയും തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾ വായ്പ കൊടുക്കണം എന്ന് ബാങ്കിനെ നിർബന്ധിക്കുകയും ചെയ്തതായിട്ടുള്ള ആരോപണമുണ്ട്. അങ്ങനെയാണ് അത് ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് നടത്താൻ കഴിയുക. കാരണം ബാങ്ക് ആളുകൾക്ക് വായ്പ കൊടുക്കുന്നത് അവരുടെ വായ്പ വാങ്ങാനുള്ള ശേഷി, അത് തിരിച്ചടയ്ക്കാനുള്ള ശേഷി, അവരുടെ കയ്യിൽ സമ്പത്തുണ്ടോ എന്ന് നോക്കി, ഇങ്ങനെ പല കാര്യങ്ങളും കണക്കിലെടുത്താണ് ലോൺ കൊടുക്കുക. കാരണം ബാങ്ക് ലോൺ എടുത്ത് കൊടുക്കുന്ന ആകാശത്ത് നിന്ന് കിട്ടിയ കാശ് കൊണ്ടല്ല, ബാങ്കിൽ നിക്ഷേപകരായിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന പണം, ആ പണം വളരെ വളരെ ഫലപ്രദമായിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ചിലവഴിച്ചിട്ട് പലിശ വാങ്ങിയാൽ മാത്രമേ ബാങ്കിന് വരുമാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ നിക്ഷേപകർ ഒരുപാട് പേര് ഈ തങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവനും, പ്രത്യേകിച്ച് പാർട്ടിയുടെ ബാങ്ക് ആയതുകൊണ്ട്, പാർട്ടി നിയന്ത്രിക്കുന്ന ബാങ്ക് ആയതുകൊണ്ട്, പാർട്ടിയുടെ അനുഭവമുള്ള ആളുകൾ തന്നെയാണ് അതിനകത്ത് തങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ നിക്ഷേപിച്ചത്. ആ പണമാണ് ചില നേതാക്കളുടെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക്, അവരോട് അടുപ്പമുള്ള ആളുകൾക്ക്, അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് രേഖകളോ തിരിച്ചടവൽ ശേഷിയോ ഒന്നും നോക്കാതെ കൊടുത്തതായിട്ട് ആരോപണമുണ്ടായിരുന്നു. വളരെ ഗൗരവമുള്ള നിരവധി ആരോപണങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അത് വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല, കാരണം കോടതി പരിശോധിക്കുന്ന കേസാണ്, കോടതി അതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്,
നൂറുകണക്കിന് നിക്ഷേപകർ കാലങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായിട്ട് ബാങ്കിന് മുമ്പിൽ പാടുകിടക്കുകയാണ്. പലരും പിന്നെ തൊഴിലില്ലാത്ത ആളുകളാണ്, പലരും ജോലിയിൽ നിന്ന് വിരമിച്ച ആളുകളാണ്, പലരും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളാണ്, പലരും വിദ്യാഭ്യാസത്തിന്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, അവർക്ക് തൊഴിൽ നേടുന്നതിന് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിക്ഷേപിച്ച പണം ഒന്ന് തരൂ എന്ന് ചോദിച്ചിട്ട് 25, 30, 50, 70 ലക്ഷം ബാങ്കിൽ നിക്ഷേപിച്ച ആളുകൾ നിങ്ങൾക്കൊരു 10 ലക്ഷം തരാം, 5 ലക്ഷം തരാം എന്ന് പറഞ്ഞിട്ട് അവരെ കഷ്ടപ്പെടുത്തുന്ന അവസ്ഥയായിരുന്നു കുറേ കാലങ്ങളായി ബാങ്കിലുണ്ടായത്. CPM അതിനകത്ത് ഇടപെടുകയും ചെയ്തു. CPM അവർക്ക് പണം കൊടുക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, ബദൽ സംവിധാനം ഉണ്ടാക്കുന്നു, ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ബാങ്കുകളുടെ കൺസോർഷ്യം പോലും അവർ ആലോചിച്ചു. കേരള ബാങ്കിന് വെച്ചുകൊണ്ട് കേരള ബാങ്കിൽ നിന്ന് പണം കൊടുത്തിട്ട് ഈ ഇടപാടുകൾ തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രായോഗികമായിട്ട് സത്യത്തിൽ ബാങ്കിലെ നിക്ഷേപകരുടെ സ്ഥിതി അന്നും ഇന്നും വലിയ കഷ്ടത്തിൽ. കാരണം അങ്ങനെ എടുത്തു കൊടുക്കാൻ കഴിയുന്നതല്ല ഈ ബാങ്കിലിരിക്കുന്ന പണം. കേരള ബാങ്കിലിരിക്കുന്ന പണത്തെ കേരള ബാങ്കിന് അതിൻ്റെ നിക്ഷേപകരുടെ ഉത്തരവാദിത്വമുണ്ട്. മറ്റ് ബാങ്കുകളിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ നിക്ഷേപകരുടെ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിൽ കരുവന്നൂരടക്കമുള്ള ഇങ്ങനെയുള്ള പല ബാങ്കുകളിലും ഉണ്ടായ അട്ടിമറി അത് CPM സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാലങ്ങളായി അങ്ങനെ നിലനിന്നിട്ടുണ്ട്. ഇത്തവണ അവർ നേരിട്ട കടുത്ത പ്രതിസന്ധി, കടുത്ത തിരിച്ചടിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ പാർട്ടി അംഗങ്ങളായ, പാർട്ടിയിൽ വിശ്വസിച്ച, പാർട്ടിയെ ജീവനേക്കാൾ കാര്യമായിട്ട് പരിഗണിച്ച സാധാരണ ജനങ്ങൾ അവർ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ച പണം നേതാക്കന്മാരും അവരുടെ അനുയായികളും പെട്ടിപിടുത്തക്കാരും ചേർന്ന് പിടുങ്ങിയെടുത്തു എന്ന് അവരുടെ ബോധ്യം, അവരുടെ കണ്ണീരിൻ്റെ ചോരയുടെ എന്താ പറയുക ഫലമായിട്ടാവണം ഇന്ന് ഇത്രയും വലിയ തിരിച്ചടി ആ പാർട്ടിക്ക് നേരിട്ടത്. ഏതായാലും ശരി, വളരെ ഗൗരവമുള്ള ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ട്. AC മൊയ്തീൻ ആയാലും ശരി, വർഗീസ് ആയാലും ശരി, രാധാകൃഷ്ണൻ ആയാലും ശരി, അവരൊക്കെ പൊതുരംഗത്ത് വലിയ അറിയപ്പെടുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് K രാധാകൃഷ്ണനെ പോലുള്ള ആൾ ഏതെങ്കിലും നിലയ്ക്ക് വ്യക്തിഗതമായിട്ട് ഒരു ആക്ഷേപത്തിന് ഇതുവരെ ഇരയായിട്ടില്ലാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും പൊതുജീവിതവും അത്രയേറെ സംശുദ്ധമാണ് എന്ന് അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പാർട്ടി സംവിധാനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥാപിത താല്പര്യങ്ങളുടെ കയ്യിലേക്ക് കുറേ കാലങ്ങളായിട്ട് പോയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ പാർട്ടി സംവിധാനം ഈ നിലയിൽ അധപ്പതിച്ചിട്ട് കാലം കുറയായി. രാധാകൃഷ്ണൻ വിചാരിച്ചാൽ ആ പാർട്ടിയെ ശുദ്ധീകരിക്കാൻ കഴിയില്ല, AC മൊയ്തീൻ വിചാരിച്ചാൽ പാർട്ടിയെ ശുദ്ധീകരിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ തെളിച്ച വഴിയെ പോകുന്നില്ലെങ്കിൽ പിന്നെ പോയ വഴിയെ തെളിക്കുക എന്ന എളുപ്പമാർഗമാണ് പല നേതാക്കളും സ്വീകരിച്ചത്. അതിൻ്റെ ബാധ്യതയാണ് ഇന്ന് AC മൊയ്തീനായാലും അതുപോലെ തന്നെ K രാധാകൃഷ്ണനായാലും അവർ കൊടുക്കേണ്ടി വരുന്നത്. ആ വില വലിയ വിലയായിരിക്കും തീർച്ചയായും. ഇതിനകത്ത് നിരപരാധികളായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. പക്ഷേ അങ്ങേയറ്റം കടുത്ത അപരാധം ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, ജനദ്രോഹം ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് കരുവന്നൂർ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് കേരളത്തിന് മുമ്പിൽ നിൽക്കുകയാണ്, CPM മുമ്പിൽ നിൽക്കുകയാണ്. കരുവന്നൂരിലെ ഈ സാമ്പത്തികമായ തട്ടിപ്പിൻ്റെ യഥാർത്ഥത്തിൽ ഉത്തരവാദികൾ ആര് എന്ന ചോദ്യത്തിന് ഇന്നല്ലെങ്കിൽ നാളെ കേരളം ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. CPM ഏറ്റവും ചുരുങ്ങിയത് അതിന് യഥാർത്ഥത്തിൽ ഉത്തരവാദികളാണ് എന്ന് അവർക്ക് ബോധ്യമുള്ള ആളുകളെ അടിയന്തരമായിട്ട് നടപടിയെടുത്ത് പുറത്താക്കിക്കൊണ്ട് ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക് അവർ തയ്യാറാവുമോ എന്നാണ് ഇപ്പോൾ കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം.